ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Urcreationsന്റെ രേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. 1 കിലോ ബിരിയാണി റൈസിനുള്ള മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അടിപൊളി ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് വെജ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കി നോക്കാം. അതിനു മുമ്പേ ആരെങ്കിലും ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കണ അതേ ടേസ്റ്റിലാണ് നമ്മളിന്ന് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യിൻ്റെ സ്മെല്ല് ബിരിയാണിയിലേക്ക് മുഴുവനായിട്ടും കിട്ടും. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് മുഴുവനായിട്ടും നെയ്യ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് 2-3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുകയാണ്. 4-5 കരയാമ്പൂവ് ചേർക്കുകയാണ്. കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയണില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് സാജീരകം ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയുടെ പാക്കറ്റിലൊക്കെ പെരുംജീരകത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു ജീരകമുണ്ട്, അതാണ് ഈ സാജീരകം. അത് സാധാ ജീരകമല്ല കേട്ടോ, അതിന് സാജീരകം എന്നാണ് പറയുക. ഇതിൻ്റെ കൂടെ 3 വലിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 3 തക്കാളി നീളത്തിൽ നുറുക്കിയിട്ടാണ് എടുത്തേക്കണത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 5-6 മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കി നോക്കാം. ഏകദേശം തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര വേവ് മതി കേട്ടോ, ഇതിലും കൂടുതലാവണ്ട, ഇത്ര മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലി അല്ല ചേർത്തേക്കുന്നത്, സാധാ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊടികളൊന്നും കരിഞ്ഞ് പോവാതെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറിയാൽ മാത്രമേ നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണിയുടെ മസാലയാണ് തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് പച്ചക്കറികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് 1 ക്യാരറ്റ് 1 കുറച്ച് ബീൻസുമാണ്. അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ഇന്ന് 1 കിലോ റൈസിൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. ഇനി കുറച്ച് കോളിഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ആ കോളിഫ്ലവർ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് വെള്ളത്തിലിട്ട് എടുത്തതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് വളരെ കുറച്ചൊരു 1/4 ഭാഗം കോളിഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് വലുതായിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പച്ചക്കറികൾ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും കൂടിയിട്ട് കഷ്ണാക്കി നുറുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് മല്ലിയുടെ ഇല മാത്രമേ വീട്ടിലുള്ളൂ വെച്ചെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ മൂടി വെച്ച് വേവിച്ചു കൊടുക്കുകയാണ്. റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ 1/4 ഭാഗത്തോളം വെള്ളമെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തു. സാജീരകവും പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് 3-4 ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും 2-3 ഏലക്കായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ റൈസിലേക്കുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരല്പം കൂടുതലുണ്ടായാലേ കറക്റ്റ് റൈസിൽ പിടിച്ചിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറയാതെ കറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ളത് ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ നീരെടുക്കാം കേട്ടോ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരക റൈസിൻ്റെ അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിരിയാണി അരി ഉപയോഗിക്കാം. അത് നന്നായി കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് സ്ട്രെയിനറിൽ വെച്ചിട്ട് ഊർത്തെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഗ്യാസ് സ്റ്റവിൽ ഇരുന്നിട്ട് ഇതിലേക്കുള്ള മസാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. റൈസ് ഒരു 80% മാത്രം വേവായി കിട്ടിയാൽ മതി. ഒരുപാട് വെന്തൊട്ടി പോവരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. കൂടുതൽ വേവായ നമ്മളിനി ഇത് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കും. അപ്പോൾ ഒരുപാട് ഒട്ടിപ്പോവും. റൈസ് ഒരുവിധം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 80% വേവ് ആവണേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. അടുത്ത അടുപ്പത്തിരിക്കുന്ന മസാല എന്തായിന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റി തുടങ്ങിയിട്ട് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്താലും ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ മിസ്സായതാണ്. പക്ഷെ നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കണം. ഒന്നിലോ കട്ടത്തൈര് ചേർക്കാം, അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തത്, കുതിർത്ത് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കിട്ടും. അതിനുശേഷം വെള്ളമൊക്കെ ഏകദേശം വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ബിരിയാണിയിലേക്കുള്ള റൈസും അതുപോലെ തന്നെ മസാലയും ഒക്കെ റെഡിയായി. ഇനി നമുക്കൊരു ദമ്മിടുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പഴയ ദോശപ്പാൻ അടിഭാഗത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ബിരിയാണി സെറ്റ് ചെയ്യണത് ആ പാത്രം വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മുടെ ബിരിയാണിയുടെ അടിഭാഗം കരിഞ്ഞു പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദോശപ്പാൻ്റെ മുകളിൽ കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ പാത്രം വെച്ചേക്കണത്. 1 ലെയർ റൈസ്, 1 ലെയർ വെജിറ്റബിൾ മസാല, ആ രീതിക്ക് നമുക്ക് മുഴുവനായിട്ടും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 ലെയർ റൈസ് ഇട്ടാൽ 1 ലെയർ വെജിറ്റബിൾ മസാല ഇടുക. അതിനുശേഷം പിന്നെയും 1 ലെയർ റൈസ് ഇടുക. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി ഇങ്ങനെ വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ദം ഇടണേൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടുക. ഇനി ഇതിൻ്റെ മൂടി നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ ഇതിന്ന് ഒരു ഭാഗം നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് നോക്കി നോക്കാം.
മസാലയും അതുപോലെ തന്നെ റൈസും കൂടിയിട്ട് ലെയറായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ അതേ ടേസ്റ്റിലുള്ള വെജ് ബിരിയാണിയാണ്. ഒരാളൊന്നും മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഉടൻ തന്നെ ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.